students, welcome back to Bosco Campus Vision. This is the 8th lecture on Operations Management. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In the last session, we discussed about job production system. In today's session, we are going to discuss the second type of intermittent production system, that is batch production. In batch production, the production process is divided into various operations. A group of products of similar nature moves through one operation in batches before they move to the next operations. ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പല ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. For example, in a food processing industry making fruit jams of various flavors, the goods are moved from one process to another on the basis of flavor under manufacturing process. Advantages of batch production. Production cost is less as compared to job production as goods moves in batches. ജോബ് പ്രൊഡക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ പ്രൊഡക്ഷൻ കോസ്റ്റ് മാത്രമേ ബാച്ച് പ്രൊഡക്ഷൻ ആകുന്നുള്ളൂ. കാരണം ബാച്ചസ് ആയിട്ടാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓരോ ബാച്ച് വൈസിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പ്രോഡക്റ്റ് കസ്റ്റമൈസേഷൻ ഉണ്ട്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിന് അനുസൃതമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പം ജാമിൻ്റെ കാര്യം പറഞ്ഞതുപോലെ പല ഫ്ലേവേഴ്സിലുള്ള ജാംസ് കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് അനുസൃതമായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ബെറ്റർ യൂട്ടിലൈസ്ഡ്, വർക്കേഴ്സ് ആർ ബെറ്റർ യൂട്ടിലൈസ്ഡ്, വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ക്യാൻ ബി ഓഫേർഡ് ടു ദ customers. Then there are some limitations for batch production. Creates coordination problem between various processes. പല പ്രോസസ്സസിൽ കൂടി പോകുമ്പോൾ കോർഡിനേഷനുള്ള കുറച്ച് പോരായ്മകൾ വരുന്നുണ്ട്. Then inconsistent speed of various processes may delay the work. Then determining the optimum batch size is not easy, will lead to reduced job satisfaction. ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ഷൻ സിസ്റ്റത്തിൽ വരുന്ന രണ്ട് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ജോബ് പ്രൊഡക്ഷൻ, സെക്കൻഡ് വണ് ബാച്ച് പ്രൊഡക്ഷൻ. ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും പ്രൊഡക്ഷൻ പ്രോസസ്സിനെ പല പല ഓപ്പറേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. സിമിലർ നേച്ചറിൽ വരുന്ന പ്രോഡക്ട്സുകളെല്ലാം കൂടി ഒരു ഓപ്പറേഷൻസിൽ കൂടി കടത്തിവിടുന്നു. മറ്റൊരു ഓപ്പറേഷൻസിൽ എത്തുന്നതിന് മുൻപേ തന്നെ സിമിലർ നേച്ചറിൽ വരുന്ന പ്രോഡക്ട്സുകളെ ഒരുമിച്ച് കൊണ്ടുപോകും. എന്നിട്ട് അതിനുശേഷം ഫർദർ പ്രോസസ്സിലേക്ക് കടത്തിവിടുന്നു. അതാണ് ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. In continuous production system, goods are not produced as per the orders of the customers, as was the case in intermittent production system. The production happens continuously on a large scale on the basis of forecasts made by the business. അപ്പം കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ സിസ്റ്റമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ സിസ്റ്റമാണ്, ഇൻ്റർമീഡിയൻറ്റും സെക്കൻഡ് വൺ കണ്ടിന്യൂസ്. ഇൻ്റർമീഡിയൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇൻ്റർമീഡിയൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇറഗുലർ ഇൻ്റർവെൽസിൽ കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡും അവരുടെ ഇൻട്രസ്റ്റിനും അനുസൃതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ. ഇവിടെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ബിസിനസ്സിൽ നടക്കുന്ന ഫോർകാസ്റ്റിന് അനുസൃതമായിട്ട് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. അതാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ഓർഡർ അനുസൃതമായിട്ടല്ല കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് നടത്തി അതിനനുസൃതമായിട്ട് ഒരു മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ മാർക്കറ്റിനെ ഉദ്ദേശം വെച്ചിട്ട് സാധനങ്ങൾ ഒരു ലാർജ് ക്വാണ്ടിറ്റീസിൽ നിർത്താതെ തന്നെ, അങ്ങനെ തന്നെ പറയണം, കണ്ടിന്യൂസ് ആയിട്ട് സാധനങ്ങൾ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ടു കാറ്റഗറീസ്, മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലോ പ്രൊഡക്ഷൻ. എന്താണ് മാസ് പ്രൊഡക്ഷൻ ആൻഡ് ഫ്ലോ പ്രൊഡക്ഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.